വരവിൽ നിന്നും ചിലവ് കിഴിച്ച് മിച്ചമുള്ളത് സേവ് ചെയ്യാം എന്ന് കരുതുന്നവരാണ് കൂടുതൽ ആളുകളും. എന്നാൽ ചിലവെല്ലാം കണക്കാക്കി വരുമ്പോഴേക്കും സേവ് ചെയ്യാൻ ഒന്നും ഉണ്ടാകാറില്ല എന്നതാണ് പലരുടെയും പ്രശ്നം. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റുമാണ് ഒരാളെ വെൽത്തി ആക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ രമേശിന്റെയും സുരേഷിന്റെയും ഉദാഹരണം വഴി നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്നാൽ പണം എങ്ങനെ സേവ് ചെയ്യാം, അതിനുപയോഗിക്കുന്ന ചില ഫോർമുലയെ പറ്റിയെല്ലാം ഈ വീഡിയോ വഴി മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. സാധാരണയായി ഒരാൾ പണം സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ഫോർമുലയാണ് ഇൻകം മൈനസ് എക്സ്പെൻസ് ഈക്വൽ ടു സേവിങ്സ്. വരുമാനത്തിൽ നിന്നും ചിലവ് കിഴിച്ച് മിച്ചമുള്ളത് സേവ് ചെയ്യുന്ന രീതി. ഇത് സേവ് ചെയ്യാനുള്ള ഒരു മാർഗമാണെങ്കിൽ കൂടി അത്ര എഫക്റ്റീവ് അല്ല എന്നതാണ് വാസ്തവം. കാരണം പണം കയ്യിലുള്ളപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ ചിലവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് എല്ലാം മൈനസ് ചെയ്തു വരുമ്പോഴേക്കും കയ്യിലുള്ള പണമെല്ലാം തീർന്നിട്ടുണ്ടാവും. ഇതിനാലാണ് ഈ ഫോർമുല അത്ര എഫക്റ്റീവ് അല്ല എന്ന് പറയാൻ കാരണം. ഇനി വളരെ എഫക്റ്റീവായ മറ്റൊരു ഫോർമുല നോക്കാം. ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽ ടു എക്സ്പെൻസ്. വരുമാനത്തിൽ നിന്നും സേവ് ചെയ്യാനുള്ളത് ആദ്യം തന്നെ മാറ്റിവെച്ചുകൊണ്ട് ബാക്കിയുള്ളത് എക്സ്പെൻസിന് വേണ്ടി ഉപയോഗിക്കുക. കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും ആശ്ചര്യവും തോന്നുമെങ്കിലും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും കൃത്യമായ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കാനും നല്ല ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാനും ഈ ഫോർമുല വഴി സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇത് വളരെ എഫക്റ്റീവ് ആണെന്ന് പറയാൻ കാരണം. ഉദാഹരണമായി 25,000 രൂപ വരുമാനമുള്ള ഒരാൾക്ക് 5,000 രൂപ കുറവായാണ് ഇത്തവണ ലഭിച്ചതെങ്കിൽ ചിലവുകളെല്ലാം ചുരുക്കി 20,000 രൂപ കൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ വരുമാനം കുറയുമ്പോൾ ചിലവ് ചുരുക്കി ജീവിക്കാൻ കഴിയുമെങ്കിൽ 25,000 രൂപ വരുമാനം കിട്ടുമ്പോൾ തന്നെ 5,000 രൂപ ആദ്യം സേവ് ചെയ്ത് ചിലവ് ചുരുക്കി ജീവിക്കാനും കഴിയും. ഇത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. പണം സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ പണം ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ സേവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ രണ്ട് ഫോർമുലയിൽ നിങ്ങൾ പണം സേവ് ചെയ്യാൻ ഏത് രീതിയാണ് ഉപയോഗിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. മണി മാനേജ്മെന്റ് എന്നത് ഒരു സ്കില്ലാണ്. കൂടുതൽ വരുമാനം കിട്ടിയിട്ട് സേവ് ചെയ്യാം എന്ന് കരുതുന്നതിലും നല്ലത് കിട്ടിയ വരുമാനത്തിൽ നിന്നും എത്ര സേവ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിലാണ് കാര്യം. ഓർക്കുക, സമ്പാദ്യം ഒരു വൃക്ഷം പോലെയാണ്. അതൊരു വിത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ മിച്ചം വയ്ക്കുന്ന ആദ്യത്തെ പണമെന്ന വിത്തിൽ നിന്നാണ് നമ്മുടെ സമ്പാദ്യമാകുന്ന വൃക്ഷം വളരുന്നത്. എത്ര നേരത്തെ ആ വിത്ത് നടുന്നുവോ അത്രയും നേരത്തെ ആ വൃക്ഷം വളരും. എത്ര സത്യസന്ധമായി നമ്മൾ ആ വൃക്ഷത്തെ സ്ഥിരമായ നിക്ഷേപങ്ങൾ കൊണ്ട് പരിപാലിക്കുകയും വെള്ളം നനയ്ക്കുകയും ചെയ്യുന്നോ അത്രയും വേഗം നമുക്ക് ആ വൃക്ഷത്തിന്റെ തണലിൽ സംതൃപ്തിയോടെ കഴിയാനും സാധിക്കും. ജോർജ് എസ് ക്ലാസന്റെ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകത്തിലെ പ്രസക്തമായ വരികളാണിത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും വോയിസ് ഓഫ് മണി എന്ന യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. പണത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം.